കാസർഗോഡ് ദമ്പതിമാർ ജീവനൊടുക്കിയ നിലയിൽ പൊയ്മാച്ചി പറമ്പിലെ വേണുഗോപാലൻ നായർ, ഭാര്യ സ്മിത എന്നിവരാണ് മരിച്ചത്. വേടന്റെ സംഗീത പരിപാടി കാണാനെത്തിയപ്പോൾ ട്രെയിൻ തട്ടി മരിച്ച എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥി എം ശിവനന്ദന്റെ മാതാപിതാക്കളാണ് മരിച്ച വേണുഗോപാലും സ്മിതയും. ദമ്പതികളുടെ ഏക മകനും മംഗളൂരുവിലെ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയുമായിരുന്ന ശിവാനന്ദൻ ഡിസംബർ 28 രാത്രിയിലാണ് ട്രെയിൻ തട്ടി മരിച്ചത്. ആത്മഹത്യ എന്നായിരുന്നു നിഗമനം. വിവരങ്ങളുമായി KV ബൈജു ചേരുന്നു കാസർഗോഡ് നിന്ന്. ബൈജു, ഒരു 3 മാസ കാലയളവിനിടെ ഒരു വീട്ടിലുണ്ടാകുന്ന വലിയ ദുരന്തം, കൂട്ടമരണം, 3 പേരുടെ മരണം. ഈ മകൻ്റെ ആത്മഹത്യയിൽ അല്ലെങ്കിൽ മകൻ്റെ മരണത്തിൽ മനംനൊന്താണോ ഇരുവരും, വേണുഗോപാലൻ നായരും ഭാര്യ സ്മിതയും ജീവനൊടുക്കിയത്? എന്താണ് പോലീസ് പറയുന്നത്? ടോമെ, പൊയ്നാച്ചി പറമ്പിയിലാണ് നാടിനെ കണ്ണീരിലാഴ്ത്തിയ സംഭവം ഉണ്ടായത്. അതായത് ഇന്ന് രാവിലെയാണ് വേണുഗോപാലൻ നായരും അതുപോലെ തന്നെ സ്മിതയും വീട്ടിന്റെ സെൻട്രൽ ഹാളിൽ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയത്. ഏതായാലും ഈ സംഭവത്തിൽ പോലീസ് പറയുന്നത്, മേൽപ്പറമ്പ് പോലീസാണ് ഇത് സംബന്ധിച്ച അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുള്ളത്. ഈ മകൻ നേരത്തെ ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ റാപ്പർ വേടന്റെ പരിപാടിക്ക് കാണാനായി പോയ സമയത്ത് ട്രെയിൻ തട്ടി മരിച്ചിരുന്നു. ശിവനന്ദൻ എന്നാണ് പേര്. മംഗളൂരുവിലെ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയാണ്. ഈ ഒരു മനോവിഷമത്തിൽ, കടുത്ത മനോവിഷമത്തിലായിരുന്നു ഇവർ കുടുംബം എന്നാണ് പറയുന്നത്. അത് ഇവർ പലപ്പോഴും ബന്ധുക്കളോടും സുഹൃത്തുക്കളോടും ഒക്കെ ഇവർ ഈ വിവരം പങ്കുവച്ചിരുന്നു. താൻ ഈ മകനില്ലാതെ തങ്ങൾക്ക് ഇനി താങ്കൾ എന്തിനാണ് ജീവിക്കുന്നതെന്ന രീതിയിൽ പലതവണ ഇവർ ബന്ധുക്കളോടൊക്കെ പറഞ്ഞിരുന്നു എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു മനോവിഷമത്തിലാണ് ഈ ആത്മഹത്യ എന്നാണ് പോലീസ് പ്രാഥമികമായി പറയുന്നത്. പക്ഷേ ഇതിൽ മറ്റേതെങ്കിലും വശമുണ്ടോ എന്ന കാര്യത്തിലും ഒരു അന്വേഷണം ഉണ്ടാവുമെന്ന് പോലീസ് പറയുന്നുണ്ട്. എന്തായാലും ഈ റാപ്പർ ബേഡിന്റെ പരിപാടിക്ക് ഇങ്ങനെ പോകുന്ന സമയത്ത് മംഗളൂരു ഭാഗത്തേക്ക് പോകുന്ന ട്രെയിൻ തട്ടിയാണ് ശിവനന്ദൻ എന്ന് പറയുന്ന എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥി ഇവരുടെ ഏക മകൻ മരണപ്പെടുന്നത്. അതിനുശേഷം വലിയ തോതിലുള്ള ഒരു മാനസിക പ്രയാസത്തിൽ തന്നെയായിരുന്നു ഈ കുടുംബം. വലിയ മാനസിക വിഷമത്തിലായിരുന്നു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ബന്ധുക്കളോടൊക്കെ ഈ കാര്യം ഇവർ പങ്കുവച്ചിരുന്നു. തങ്ങൾക്ക് ഇനി ജീവിക്കണ്ട എന്ന തരത്തിൽ പലരോടും ഇവർ സംസാരിക്കുന്നുണ്ടായിരുന്നു. എന്തായാലും ആ ഒരു മനോവിഷമത്തിൽ തന്നെയാണ് ഇവർ ജീവനൊടുക്കിയെന്നാണ് പോലീസിന്റെ പ്രാഥമികമായ നിഗമനം. പക്ഷെ അതേ സമയത്ത് തന്നെ മറ്റേതെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോ എന്നത് സംബന്ധിച്ചും പോലീസ് അന്വേഷണം നടത്തുമെന്ന് മേൽപ്പറമ്പ പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഒരുപാട് ആളുകളാണ് ഇന്ന് ഈ മരണ വാർത്ത അറിഞ്ഞ് വീട്ടിലേക്ക് എത്തിയത്. പലരും ഇത് വിശ്വസിക്കാൻ കഴിയാത്ത രീതിയിൽ, അല്ലെങ്കിൽ ദുഃഖം താങ്ങാൻ കഴിയാത്ത രീതിയിലായിരുന്നു ഓരോ ആളുകളും. ഇത്തരത്തിൽ 2 പേരും ഇങ്ങനെ ജീവനെടുക്കുമെന്ന് അങ്ങനെ പ്രതീക്ഷിച്ചിരുന്നില്ല. ഏതായാലും നാട്ടുകാർക്കൊക്കെ വളരെ പ്രിയപ്പെട്ട അവർ തന്നെയായിരുന്നു ഇവർക്ക് വ്യാപാര സ്ഥാപനങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ മെച്ചപ്പെട്ട കുടുംബസ്ഥിതിയിലുള്ള ആളുകൾ തന്നെയായിരുന്നു. പക്ഷേ തങ്ങളുടെ ഏക മകൻ അത് ഇങ്ങനെ നഷ്ടപ്പെട്ട അന്ന് തന്നെ അവരുടെ കുടുംബത്തിന്റെ വലിയ തോതിലുള്ള സങ്കടം അന്ന് ഉണ്ടായിരുന്നു. അത് വാക്കുകളിൽ വിവരിക്കാൻ കഴിയാത്ത രീതിയിലുള്ള സങ്കടം അന്നുണ്ടായിരുന്നു. ആ വിഷമം ഇവർ പലപ്പോഴും ഇവരുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിച്ചു. ഇവർ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇവർ വീട്ടിൽ നിന്നും പുറത്തിറങ്ങാറില്ല. തനിച്ച് തന്നെ വീട്ടിൽ നിൽക്കുന്ന സാഹചര്യം ഒക്കെ ഉണ്ടായെന്നാണ് പറയപ്പെടുന്നത്, നാട്ടുകാരൊക്കെ പറയുന്നത്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു മനോവിഷമത്തിലാണ് ഇവർ ജീവനൊടുക്കിയെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതിൽ മറ്റേതെങ്കിലും വശമുണ്ടോ എന്ന കാര്യത്തിലും ഒരു അന്വേഷണം ഉണ്ടാവും. അങ്ങനെ ഒരു സംശയമുണ്ടോ പോലീസിന്? കാരണം ഇവര് 2 പേരും ഈ മകൻ്റെ മരണത്തിന് പിന്നാലെ വലിയ മാനസിക പ്രയാസത്തിലായിരുന്നു. നമുക്കറിയാം, സാധാരണ ഒരു വീട്ടിലൊരു ദുരന്തം ഉണ്ടായാൽ അല്ലെങ്കിൽ പ്രിയപ്പെട്ടവരുടെ വിയോഗം മാനസികമായി തളർത്താം. പക്ഷെ ഇങ്ങനെ എല്ലാവരോടും മറ്റു ബന്ധുക്കളോടൊക്കെ അയൽവാസികളോടൊക്കെ ഇതുപോലെ പറയുമായിരുന്നു എന്ന് പറയുന്നു, തങ്ങളുടെ മകനില്ലാതെ ഇനി എന്തിനു ജീവിക്കണമെന്ന്. പക്ഷെ അങ്ങനെ ഒരു ആത്മഹത്യാ പ്രവണത തുടർച്ചയായി അവർ പ്രകടിപ്പിക്കുന്നുണ്ടായിരുന്നു. ആത്മഹത്യാക്കുറിപ്പോ മറ്റോ അവിടെ നിന്ന് കണ്ടെത്തിയിട്ടുണ്ടോ? മറ്റെന്തെങ്കിലും പ്രശ്നം, അതായത് ഈ മകൻ്റെ മരണവുമായി ബന്ധപ്പെട്ട മനോവിഷമമല്ലാതെ മറ്റെന്തെങ്കിലും വ്യക്തിപരമായ പ്രശ്നങ്ങൾ, കുടുംബപരമായ പ്രശ്നങ്ങൾ ഇവർക്കിടയിൽ ഉണ്ടായിരുന്നോ? ടോമെ, നിലവിൽ അത്തരത്തിൽ ഒരു കുടുംബപരമായ പ്രശ്നങ്ങൾ ഉണ്ടായതായി കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. പ്രധാനമായും ഈ മകൻ ഇത്തരത്തിൽ മരണപ്പെട്ടതിന്റെ ഒരു മനോവിഷമത്തിൽ തന്നെയാണ് ഇവർ ജീവനൊടുക്കിയെന്നാണ്
പോലീസ് പറയുന്നത്. കാരണം അത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ടോമും സൂചിപ്പിച്ചതുപോലെ തന്നെ ഇവർ ബന്ധുക്കളോടും സുഹൃത്തുക്കളോടും ഒക്കെ ഈ കാര്യം നിരന്തരം ഇവർ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ കഴിഞ്ഞ ഒരു മാസമായി ഇവർ വീടിന് പുറത്തേക്ക് തന്നെ ഇറങ്ങാത്ത ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. അതോടൊപ്പം ഈ ബന്ധുക്കളോട് പറഞ്ഞത് മകനില്ലാതെ തങ്ങൾ എന്തിനാണ് ജീവിക്കുന്നത് എന്ന തരത്തിൽ ഇവർ നിരന്തരം പറയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതിൽ ഏതെങ്കിലും തരത്തിൽ മറ്റു പുറത്തു നിന്നുള്ള മറ്റെന്തെങ്കിലും ഇടപെടലുണ്ടോ എന്ന ഇപ്പോൾ പറയാൻ പറ്റില്ല. പക്ഷെ അത് സംബന്ധിച്ചും ഒരു പോലീസ് അന്വേഷണം നടക്കുമെന്ന് തന്നെയാണ് പറയുന്നത്. കാരണം ഇത് അസ്വാഭാവിക മരണത്തിന് തന്നെയാണ് മേൽപ്പറമ്പ പോലീസ് ഇതിൽ കേസെടുത്തിട്ടുള്ളത്. അത്തരം ഏതെങ്കിലും വശങ്ങൾ ഉണ്ടെങ്കിൽ അതും കണ്ടെത്തും എന്ന് പോലീസ് പറയുന്നുണ്ട്. പക്ഷേ ഇതിൽ പ്രാഥമികമായി ഈ കാര്യത്തിൽ ഈ ഒരു മനോവിഷമത്തിൽ തന്നെയാണ് ഈ കുടുംബം, ഇവർ ഭാര്യയും ഭർത്താവും ഇത്തരത്തിൽ ജീവനൊടുക്കിയെന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. അത് തന്നെയാണ് നാട്ടുകാരും. ഏതെങ്കിലും തരത്തിൽ മറ്റ് സംശയങ്ങളൊന്നും തന്നെ നാട്ടുകാർക്ക് ഇതിൽ ഉയർന്നു വന്നിട്ടില്ല കേട്ടോ. വ്യക്തമാണ്. KV ബൈജു ആണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും മകൻ്റെ മരണം ഈ കുടുംബത്തെ, ഈ ദമ്പതികളെ ഏറെ സങ്കടപ്പെടുത്തിയിരുന്നു. അതിൻ്റെ മനോവിഷമത്തിലായിരുന്നു. അതേ തുടർന്നുള്ള മാനസിക പ്രയാസങ്ങളാകാം ആത്മഹത്യയിലേക്ക് നയിച്ചത് എന്നാണ് പോലീസിൻ്റെ നിഗമനം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.